Hello, welcome to Red Shot Talks. സ്വാഗതം. നാളത്തെ, അതായത് ഓഗസ്റ്റ് 21, 2025 നിഫ്റ്റി 50യുടെ സാധ്യതകളിലേക്കാണ് നമ്മളിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ഡെയിലി 1 മണിക്കൂർ 15 മിനിറ്റ് ചാർട്ടുകൾ ഉപയോഗിച്ച് പ്രധാന ഡിമാൻഡ് സപ്ലൈ സോണുകളും ട്രേഡിംഗ് സാധ്യതകളും നമുക്കൊന്ന് നോക്കാം. ഈ ചർച്ചയുടെ ലക്ഷ്യം ഈ ചാർട്ടുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലെവലുകൾ കണ്ടെത്തുക, സാധ്യമായ ട്രേഡ് അവസരങ്ങൾ മനസ്സിലാക്കുക, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം ഡെയിലി ചാർട്ടിലേക്ക് നോക്കാം. ജൂലൈയിലെ ആ 25,750 നിന്നുള്ള വീഴ്ചയുണ്ടായിരുന്നല്ലോ. അതിനുശേഷം നിഫ്റ്റി 24,300-നടുത്ത് ഒരു ഹയർ ലോ ഉണ്ടാക്കി മുകളിലേക്ക് വരുന്നത് കാണാം. ഇത് വിലയുടെ സ്ട്രക്ചർ വീണ്ടും ഒരു ഹയർ ലോ, അതായത് HHL പാറ്റേണിലേക്ക് മാറുന്നതിന്റെ ഒരു ആദ്യ സൂചന നൽകുന്നുണ്ടല്ലേ? അതെ, അതൊരു പോസിറ്റീവ് സൈനാണ്. നിലവിലെ പ്രധാന ഡിമാൻഡ് സോൺ, അതായത് വാങ്ങാൻ സാധ്യതയുള്ള ഏരിയ, ഏകദേശം 24,250, 24,400 റേഞ്ചിലാണ്. ഓക്കെ, സപ്ലൈ സോണോ? പ്രധാന സപ്ലൈ സോണ് കുറച്ചു മുകളിലാണ്, 25,500, 25,700 കാണുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡെയിലി ഡിമാൻഡ് സോൺ 24,250, 24,400 അത് പുതിയതാണ്. പുതിയ സോണാണല്ലേ? അതെ, അവിടെ നിന്ന് വില വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പ്രതികരിച്ചു. സാധാരണയായി പുതിയ സോണുകൾക്ക് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഏകദേശം 24,600, 24,800 നിലവാരത്തില് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അത് ഭാഗികമായ അടഞ്ഞെങ്കിലും അവിടെ ഇപ്പോഴും പൂർണ്ണമായി ടെസ്റ്റ് ചെയ്യാത്ത കുറച്ച് ലിക്വിഡിറ്റി ബാക്കിയുണ്ടാവാം. എന്നുവച്ചാൽ വിലയെ വീണ്ടും അങ്ങോട്ട് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ശരിയാണ്. താഴെ കുറച്ച് ഓർഡറുകൾ പെൻഡിംഗ് ഉണ്ടാവാം. ഇനി 1 മണിക്കൂർ ചാർട്ടിലേക്ക് വന്നാലോ? ഇവിടെ കുറച്ചുകൂടി ഷോർട്ട് ടേമിലുള്ള ട്രെൻഡ് വ്യക്തമാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഹ്രസ്വകാലയളവിൽ ഒരു കയറ്റത്തിന്റെ ട്രെൻഡ് കാണാം. 24,600 നിന്ന് 25,050 ഹയർ ഹൈകളും ഹയർ ലോകളും ഉണ്ടാക്കി നീങ്ങുന്നുണ്ട്. ഇവിടെ പുതിയൊരു ഇൻട്രാഡേ ഡിമാൻഡ് സോൺ കാണുന്നുണ്ടല്ലോ, 24,950, 25,000. നല്ല സ്ട്രോങ് ക്യാൻഡിലുകളോടെയാണത്. അതെ, അത് ശ്രദ്ധിക്കേണ്ട സോണാണ്. നല്ല ബുള്ളിഷ് ക്യാൻഡിലുകളാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ കുറച്ചുകൂടി താഴെ ഒരു പഴയ ഡിമാൻഡ് സോൺ 24,650, 24,700 ഉണ്ട്. ഓക്കെ, പുതിയ സപ്ലൈ സോൺ എവിടെയാണ് വരുന്നത്? പുതിയ സപ്ലൈ വരുന്നത് 25,250, 25,300 നിലവാരത്തിലാണ്. ഈ 1H ഡിമാൻഡ് സോൺ 24,950, 25,000 പുതിയതും നല്ലൊരു മുന്നേറ്റത്തിന് ശേഷം വന്നതുമായതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിംഗിൽ അതിനു പ്രാധാന്യമുണ്ട്. അവിടെ ഒരു റീടെസ്റ്റിന് സാധ്യത കാണുന്നുണ്ട്. ശരി, ഇനി ഏറ്റവും ചെറിയ ടൈം ഫ്രെയിം 15 മിനിറ്റ്, 15 മിനിറ്റ് ചാർട്ട് നോക്കാം. ഇവിടെ പെട്ടെന്നൊരു കയറ്റം കാണാം, പക്ഷേ ഒരു ചെറിയ ക്ഷീണം പോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. RSI ഇൻഡിക്കേറ്റർ നോക്കിയാൽ അത് 67-നടുത്താണ്. അവിടെ ചെറിയൊരു ഡൈവേർജൻസ് കാണിക്കുന്നുണ്ട്. ഡൈവേർജൻസ് അതായത്? എന്നുവെച്ചാൽ വില പുതിയ ഹൈ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ മുന്നേറ്റത്തിന്റെ ശക്തി കുറയുന്നു എന്നൊരു സൂചന. മൊമെന്റം കുറയുന്നു. ഓക്കേ, മനസ്സിലായി. ഇൻട്രാഡേയിലെ ഏറ്റവും അടുത്ത ഡിമാൻഡ് സോൺ എവിടെയാണ്? ഏറ്റവും അടുത്ത ഡിമാൻഡ് സോൺ 25,000, 25,020 സപ്ലൈ സോൺ 25,080, 25,120. ഈ 15 മിനിറ്റിലെ സപ്ലൈ സോൺ പുതിയതാണെന്ന് തോന്നുന്നു അല്ലേ? ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അതെ, പുതിയതാണ്, ഫ്രഷ് സോണാണ്. അവിടെ 25,080, 25,100 റേഞ്ചില് വില മുകളിലേക്ക് പോകാൻ വിസമ്മതിക്കുന്ന പോലത്തെ ക്യാൻഡിലുകൾ, അതായത് റിജക്ഷൻ ക്യാൻഡിലുകൾ കാണുന്നുണ്ട്. കണ്ടു. അത് ആ സപ്ലൈ സോണിനൊരു ഇൻട്രാഡേ കൺഫർമേഷൻ പോലെയാണല്ലേ? അതെ, അതുപോലെ 25,000 സോണിനടുത്തും ഡിമാൻഡിന്റെ സൂചനകൾ കാണാം. വാങ്ങാൻ ആൾക്കാർ താൽപര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡെയിലി 1 മണിക്കൂർ 15 മിനിറ്റ് ചാർട്ടുകളുടെ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നാളത്തേക്ക് എന്താണ് നമുക്കൊരു അനുമാനത്തിലെത്താൻ കഴിയുക? നോക്കൂ, ഡെയിലി ട്രെൻഡ് ബുള്ളിഷായിട്ട് തന്നെ കാണുന്നു. പ്രത്യേകിച്ചും 24,900, 25,000 എന്ന ഡിമാൻഡ് സോൺ പിടിച്ചു നിൽക്കുന്നിടത്തോളം. ശരി. പക്ഷേ ഇൻട്രാഡേയില്, അതായത് നാളത്തെ കാര്യത്തില്, മാർക്കറ്റ് മിക്കവാറും 25,000 താഴെ ഡിമാൻഡും 25,100 മുകളിൽ സപ്ലൈയും, ഈ 2 ലെവലുകൾക്കിടയിൽ ഒരു
ഒരു റേഞ്ചിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. ആ, ഒരു സൈഡ് വേസ് മൂവ്മെന്റ് പോലെ. അതെ, അതുകൊണ്ട് ഒരുപക്ഷെ 24,950-നും 25,050-നും ഇടയിലുള്ള ഭാഗം ഒരു നോ ട്രേഡ് സോണായിട്ട് കാണുന്നതാവും നല്ലത്. ഓക്കെ, അവിടെ ഒരു വ്യക്തത കുറവുണ്ട്. ശരിയാണ്. ഇനി ട്രേഡിംഗ് അവസരങ്ങൾ നോക്കുകയാണെങ്കിലോ? അതെങ്ങനെയാണ്? ലോങ് അഥവാ ബൈ ചെയ്യാനുള്ള സാധ്യത പ്രധാനമായും വരുന്നത് 25,000, 25,020 എന്ന ഡിമാൻഡ് സോണിൽ വിലയെത്തുമ്പോഴാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം? സ്റ്റോപ്പ് ലോസ് SL 24,950-ന് താഴെ വെക്കുന്നതാണ് സേഫ്. ആദ്യത്തെ ടാർഗറ്റ് TP1 25,080 എന്ന ഇൻട്രാഡേ സപ്ലൈ സോൺ ആയിരിക്കും. അതും കടന്നാലോ? അതും മറികടന്നാൽ അടുത്ത ലക്ഷ്യം TP2 25,250 എന്ന 1H സപ്ലൈ സോൺ ആയിരിക്കും. ഇവിടെ റിസ്ക് റിവാർഡ് RR നോക്കിയാൽ ഏകദേശം 0.25 വരും. അത് നല്ലൊരു റേഷ്യോ ആണ്. ഓക്കെ, അത് വാങ്ങുന്ന കാര്യം. ഇനി മറിച്ച് വില ആദ്യം മുകളിലുള്ള ആ 25,080, 25,100 സപ്ലൈ സോണിലേക്കാണ് എത്തുന്നതെങ്കിലോ അവിടെ ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. ആ 25,080, 25,100 സപ്ലൈ സോണിൽ ഷോർട്ട് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വേണം. എവിടെ വെക്കണം സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് 25,130-ന് മുകളിൽ വെക്കണം. ആദ്യ ടാർഗറ്റ് TP1 25,020 എന്ന ഇൻട്രാഡേ ഡിമാൻഡ് സോൺ തന്നെ. ഓക്കെ, അത് ബ്രേക്ക് ആയാലോ? അത് തകർന്നാൽ അടുത്ത ലക്ഷ്യം TP2 24,900-നടുത്തുള്ള ഡിമാൻഡ് സോൺ ആയിരിക്കും. ഇവിടെ റിസ്ക് റിവാർഡ് ഏകദേശം 1.2 ആണ്. അതും മോശമല്ലാത്തൊരു റേഷ്യോ ആണ്. അപ്പോ ഈ ലോങ് ആയാലും ഷോർട്ട് ആയാലും റിസ്ക് മാനേജ്മെന്റ് വളരെ പ്രധാനമാണല്ലേ? തീർച്ചയായും. ഏറ്റവും പ്രധാനം ക്ഷമയാണ്. വില കറക്റ്റായിട്ട് ആ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ സോണിൽ എത്തുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. ആ റേഞ്ചിന്റെ നടുവിൽ വെച്ച് ചാടിക്കയറി ട്രേഡ് ചെയ്യുന്നത് അതൊഴിവാക്കുന്നതാണ് നല്ലത്. ശരി. പിന്നെ എടുക്കുന്ന ട്രേഡിൽ കുറഞ്ഞത് 1.2 RR ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആദ്യ ടാർഗറ്റ് TP1 എത്തിയാൽ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൺ ആക്കുന്നത് നല്ലതാണ്. ബ്രേക്ക് ഈവൺ അതായത്? എന്നുവെച്ചാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ വിലയിലേക്ക് മാറ്റുക. അപ്പോൾ പിന്നെ ആ ട്രേഡ് നഷ്ടത്തിൽ അവസാനിക്കില്ല. ഓക്കെ. ഒരു കാര്യം കൂടി, 15 മിനിറ്റിലെ സർപ്രൈസ് സോൺ, അതായത് 25,220-ന് മുകളിൽ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഷോർട്ട് നോക്കരുത്. അതുപോലെ 25,000-ന് താഴെ ക്ലോസ് ചെയ്താൽ ലോങ് ഒഴിവാക്കണം. വ്യക്തമായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡെയിലി ചാർട്ട് പോസിറ്റീവ് ആണെങ്കിലും നാളെ ഇൻട്രാഡേയിൽ 27,000-നും 25,100-നും ഇടയിലുള്ള ഒരു റേഞ്ച് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ റേഞ്ചിന്റെ അറ്റങ്ങളിൽ, അതായത് 25,000-നടുത്ത് ലോങ്ങും 27,100-നടുത്ത് ഷോർട്ടും ചെയ്യുന്ന സ്കാൽപ്പിംഗ് രീതി പരിഗണിക്കാം. അതെ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരും. എന്താണത്? ഈ 25,000, 25,100 റേഞ്ച് എപ്പോഴും നിലനിൽക്കില്ലല്ലോ. എപ്പോഴെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യപ്പെടും. ശരിയാണ്. അത് എപ്പോൾ, ഏത് ദിശയിലേക്ക് സംഭവിക്കുമെന്നതാണ് പ്രധാനം. 25,100-ന് മുകളിലേക്ക് ഒരു സ്ട്രോങ് ബ്രേക്കൌട്ട് വന്നാൽ വില പെട്ടെന്ന് 25,150-ലേക്ക് പോകാം. ഓക്കെ. താഴോട്ട് പോയാലോ? മറുവശത്ത് 24,950-ന് താഴേക്ക് വില ബ്രേക്കായാൽ ഒരുപക്ഷെ 24,650, 24,700 സോണിലേക്ക് ഒരു ഇടിവ് കാണാനും സാധ്യതയുണ്ട്. ആ പഴയ 1H ഡിമാൻഡ് സോണിലേക്ക്. ശരി. അപ്പോ ഈ ബ്രേക്കൌട്ടുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പങ്കുവച്ച ഈ ചാർട്ടുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാധ്യതാ വിശകലനമാണ് നമ്മളിപ്പോൾ നടത്തിയത്. ഇത് ട്രേഡിംഗ് ഉപദേശമായി കാണരുത്, മറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ശ്രമം മാത്രം. ഇനി നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി തരാം. ഈ പറഞ്ഞ ഇൻട്രാഡേ റേഞ്ച്, അതായത് 25,000, 25,100 എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യപ്പെടുമല്ലോ. ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. ആ ബ്രേക്കൌട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന സമയത്തെ ട്രേഡിംഗ് വോളിയം, അതായത് എത്രത്തോളം ട്രേഡിംഗ് നടക്കുന്നു എന്നത് ശ്രദ്ധിച്ചാൽ ആ നീക്കത്തിന്റെ ശക്തിയെക്കുറിച്ചും തുടർന്നുള്ള മാർക്കറ്റ് ദിശയെക്കുറിച്ചും എന്തെങ്കിലും സൂചന കിട്ടുമോ? അതൊരു നല്ല പോയിന്റാണ്. അതൊന്നും ചിന്തിച്ചു നോക്കാവുന്നതാണ്.